അവരെന്തെങ്കിലും ചെയ്തോണ്ടോട്ടെ അവിടെ ഇരിക്കും. അവരങ്ങനെ ചെയ്താൽ എങ്ങനെ ശരിയാവും? അപ്പം മരിച്ച് അമ്മ ഒറ്റപ്പെട്ട സമയത്ത് അമ്മ അവരോടെല്ലാം പറഞ്ഞല്ലേ, അവരോടെല്ലാം ചെല്ലാന്ന്. ഇത് എന്റെ വീടല്ലാത്തോണ്ടല്ലേ അമ്മ നമ്മളോട് വരണ്ടെന്ന് പറഞ്ഞത്. എന്നിട്ട് നമ്മൾ കൂട്ടിക്കൊണ്ട് വന്നില്ലേ? 4 വർഷമായിട്ട് അമ്മേനെ നോക്കുന്നു. ഒരുത്തനെങ്കിലും 4 ഓണവും 4 ക്രിസ്മസും കഴിഞ്ഞ് ഒരുത്തനെങ്കിലും ഒരു അമ്മയ്ക്ക് ഒരു മുണ്ടാന്ന് ഒരു നേരിയത് കൊണ്ട് കൊടുത്താൽ ഇല്ലല്ലോ. അപ്പൊ അമ്മേനെ സ്ഥലം വിൽക്കാൻ എങ്ങനെ വരും? അമ്മേനെ സ്ഥലം വിൽക്കണം പോലും. സ്ഥലം അവര് വിൽക്കാതെ ഇരിക്കാൻ എന്തിനാ ചെയ്തോണ്ടോട്ട്? നമുക്ക് അവരെ അമ്മയെ നോക്കിയാ പോരെ. നീ കാര്യം അറിയാതെ പിന്നെ സംസാരിക്കുന്നു. അമ്മയെ നമ്മളിവിടെ കൊണ്ടുവന്നു, അമ്മ ഇവിടെ നമ്മളിവിടെ നിൽക്കുന്നു. നാളെ നിനക്ക് നോക്കാൻ വയ്യെന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ അമ്മേനെ ഇവിടെ കൊണ്ടുവിടണം. അങ്ങനെയൊന്നും പറയില്ല, അവരെ നോക്കും പൊന്നുപോലെ. പക്ഷെ ഞാൻ അങ്ങനെ ചിന്തിക്കണമല്ലോ. അമ്മയുടെ പേരിൽ ഈ സ്ഥലം ഒരിടത്തോളം കാലം അമ്മ നമ്മുടെ വീട്ടിലെ അതിഥിയാണ്. അമ്മയുടെ പേരിൽ നിന്ന് ഈ സ്ഥലം വിറ്റ് പോയി കഴിഞ്ഞാൽ അമ്മ അഭയാർത്ഥിയാണ് നമ്മുടെ വീട്ടിൽ. അതെങ്കിലും മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ യവന്മാർക്ക്? ഈ 4 സെന്റ് സ്ഥലം കിട്ടിയാൽ എന്ത് കിട്ടാനാണ്? ഓരോരുത്തർക്ക് 1-2 ലക്ഷം രൂപ വീതം കിട്ടും. അതിനു വേണ്ടിയിട്ടല്ലേ അവന്മാർ ഈ പണി അത്രയും ചെയ്യുന്നത്? ആർക്കും അമ്മയെ വേണ്ട, എല്ലാവർക്കും അമ്മയുടെ സ്വത്ത് വേണം. എല്ലാരും അങ്ങനെ തന്നെ, ആർക്കും വേണ്ട. അങ്ങനെ ആവാൻ പാടില്ലല്ലോ. വയസ്സായവരുടെ പേരിൽ ഒരു പിടി മണ്ണില്ലാത്തത് കൊണ്ടാണ് എല്ലാ മക്കളും അവരെ കൊണ്ട് തള്ളുന്നത്. അമ്മയുടെ പേരിൽ ഒരു പിടി മണ്ണുണ്ടെങ്കിൽ അമ്മ മരിക്കുന്നത് ഒരു അനാഥത്വത്തിലല്ല, അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മ മരിക്കുന്നത് ഒരു അനാഥയായിട്ടായിരിക്കും. അങ്ങനെ പാടില്ല. 4 സെന്റ് ഭൂമിയേ ഉള്ളൂ. ഞാൻ പറഞ്ഞതാണ് അവന്മാർക്ക് വേണമെങ്കിൽ നിങ്ങൾ 3 സെന്റ് വിറ്റോളൂ, 1 സെന്റ് മാത്രം അവിടെ ഇട്ടാൽ മതി. അപ്പൊ അവന്മാർക്ക് അതും പറ്റില്ല, കാരണം വാങ്ങിക്കുന്നവർക്ക് 4 സെന്റ് വേണം. ഒരു മനുഷ്യന്റെ പേരിൽ ഒരു പിടി മണ്ണുള്ളപ്പോ അതൊരു ധൈര്യമാണ്.